നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത മഴ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും തുടരുകയാണ്. കേരളത്തിലടക്കം കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മഴ പറഞ്ഞിട്ടുണ്ട്. വടക്കൻ കേരളത്തിലോട്ടാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും ഈ വരും ദിവസങ്ങളിൽ എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. അവിടെ നിന്ന് വരുന്ന വാർത്താ റിപ്പോർട്ടുകളൊക്കെ തന്നെ കനത്ത മഴ നാശം വിതച്ചിരിക്കുകയാണ്. മുംബൈ നഗരത്തെ സാധാരണക്കാരുടെ ജീവിതത്തെയൊക്കെ തന്നെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. പേമാരി വിമാനത്താവളത്തിലെ വിമാന പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതേസമയം വെള്ളക്കെട്ടുള്ള റോഡുകളും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ നഗരത്തിലുടനീളം മരങ്ങൾ കടപുഴകി വീണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരം മൻകൂർദ് പ്രദേശത്ത് ഒരു ബഹുനില കെട്ടിടം മഴയത്ത് തകർന്നു വീണു. കാലവർഷക്കെടുതിയെ തുടർന്ന് മുംബൈയിൽ ഇതുവരെ 10 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മുംബൈയിലെ സാക്കി നാഖയിൽ തുറന്നു കിടന്ന മാൻഹോളിൽ വീണ് ഒരാൾ മരിച്ചു. കുർളയിൽ മരം വീണ് റോഡരികിൽ കട തകർന്നും ഒരാൾ മരിച്ചു. ചേമ്പൂരിൽ സ്കൂൾ ബസിന് മുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് ഒരു 11 വയസ്സുകാരൻ മരിച്ചു. ഗാർഘറിലെ പാൻകഡ്വഡ വെള്ളച്ചാട്ടത്തിൽ വിലക്ക് ലംഘിച്ചിറങ്ങിയ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു. മീരാ റോഡ് ഭയാന്തറിൽ തെങ്ങ് വീണും ഒരാൾ മരിച്ചിട്ടുണ്ട്. മഴയെ തുടർന്നുണ്ടായ വിവിധ അപകടങ്ങളിലാണ് ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ജനജീവിതം ഗുരുതരമായി ബാധിച്ചതിനാൽ മുംബൈ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും മൂലമുണ്ടായതോടെ പൂനെ മുംബൈ റെയിൽ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. ഇതിനിടയിൽ ജൂലൈ 6 കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനൊപ്പം കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് മറുപടിയായി ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു സുപ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിന് മറുപടിയായി BMC നടത്തുന്ന സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. മുംബൈയിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും ജൂലൈ 6 അവധിയായിരിക്കുമെന്നാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കാണ് ഈ തീരുമാനം എടുത്തതെന്നും അധികൃതർ അറിയിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പും വിദ്യാർത്ഥികളുടെ സുരക്ഷയും കണക്കിലെടുത്താണ് എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഉത്തരവ് സ്കൂളുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും പതിവ് പോലെ തുറന്നിരിക്കും. താനെ ജില്ലാ മജിസ്ട്രേറ്റ് ശ്രീകൃഷ്ണനാഥ് പഞ്ച് ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് താനെ ജില്ലയിലെ എല്ലാ അംഗൻവാടി, ബൽവാടി, പ്രൈമറി, സെക്കൻഡറി സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവി മുംബൈയിലെ മുനിസിപ്പൽ കോർപ്പറേഷനും എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. മേയർ സുജാത പാട്ടിലും കമ്മീഷണർ കൈലാഷ് ഷിൻഡെയും ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് മുംബൈയിൽ കനത്ത മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇന്നലെ കനത്ത മഴയായിരുന്നു തുടർന്നത്. ജൂലൈ 4 വൈകുന്നേരം 6 മണി മുതൽ ജൂലൈ 5 വൈകുന്നേരം 6 മണി വരെ മുംബൈ നഗരത്തിൽ 265 മില്ലിമീറ്ററിലധികം മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ പ്രാന്തപ്രദേശങ്ങളിലും 227 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചിട്ടുണ്ട്. ഗഗൻ ബവാഡയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്, 143.1 മില്ലിമീറ്റർ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതായത് കേരളത്തിലും ഈ മഴ തുടരും. മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും, കോഴിക്കോട് ചോമ്പാല MO മുതൽ രാമനാട്ടുകര വരെയും, കണ്ണൂർ, കാസർഗോഡ് വളപട്ടണം മുതൽ ന്യൂ മാഹി വരെയും, കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ 2.9 മുതൽ 3.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടിപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല
ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതിനാൽ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരവും കടലിൽ ഇറങ്ങിയുള്ള കളികളും പൂർണ്ണമായി ഒഴിവാക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹാർബറിൽ സൂക്ഷിച്ചിരിക്കുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി കെട്ടിയിടണം. വള്ളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ അകലം പാലിക്കുകയും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും വേണം. തീരങ്ങളിൽ കനത്ത മണ്ണൊലിപ്പിനും തീരശോഷണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരപ്രദേശങ്ങൾക്ക് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വടക്കൻ ഒഡീഷ തീരത്ത് ചാന്ദ്ബാലിക്കും ദിഗയ്ക്കും ഇടയിലായി ബാലസോറിന് സമീപത്തുകൂടി കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള 24 മണിക്കൂറിനുള്ളിൽ ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള സഞ്ചാരം തുടർന്ന് വടക്കൻ ഒഡീഷ, വടക്കൻ ഛത്തീസ്ഗഡ് മുകളിലൂടെ നീങ്ങാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മുതൽ ന്യൂമാഹി വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്ന് തിരമാല അതിശക്തമായി ആഞ്ഞടിക്കാനുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്നും നാളെയും കർണാടക തീരത്ത് ഈ മാസം 8 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ വരെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ബുധനാഴ്ച വരെ കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ പശ്ചിമ ബംഗാൾ, ഒഡീഷ തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശ് തീരം, വടക്കൻ ആൻഡ് മധ്യബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.